ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വറുത്തരച്ച മീൻ കറിയും മീൻ ഫ്രൈയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള മീൻ തിരണ്ടി മീനാണ്. ഇത് വളരെ സ്വാദുള്ളൊരു മീനാണ്. അപ്പോൾ നമുക്ക് തിരണ്ടി മീൻ വറുത്തരച്ച് കറി വയ്ക്കുന്നതും മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ച് നല്ലവണ്ണം വൃത്തിയായി കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് പറയാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊടമ്പുളിയും. ഇവിടെ ഞാൻ 4 അല്ലി കൊടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം 1/2 കപ്പ് തേങ്ങ, ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇവ 3 നമുക്ക് ഒരുമിച്ചിടാം. എന്നിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കൊടമ്പുളി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ അത് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. തേങ്ങ ഒക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആകുന്നുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്കത്
നന്നായി അരച്ചെടുത്ത് അപ്പോൾ നമ്മൾ ഈ അരപ്പ് മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കത് ഒന്ന് തിളക്കാൻ വയ്ക്കാം. മീൻകറി തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് താളിക്കാനുള്ള ഉള്ളി റെഡിയാക്കി എടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടണം. ഇപ്പം നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കാനുള്ള ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തെരണ്ടി കറി വെച്ചത് റെഡിയായി. ഇനി നമുക്ക് തെരണ്ടി മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതൊന്ന് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയത്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പ് നമ്മുടെ മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച തെരണ്ടി മീൻ കറിയും തെരണ്ടി ഫ്രൈയും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി ഇൻഫോ ടിപ്സ് ആൻഡ് ട്രിക്സ് വരുന്നത് കാണാം.